2500 കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ആകെയുള്ളത് 36 മൂത്രപ്പുരകൾ. ഇതിൽ തന്നെ പലതും ഉപയോഗിക്കാനാവാത്തത്രയും പൊട്ടിപ്പൊളിഞ്ഞത്. രാവിലെ വീട്ടിൽ നിന്നിറങ്ങി തിരിച്ചെത്തുന്നതുവരെ മണിക്കൂറുകൾ സ്കൂളുകളിൽ ചെലവഴിക്കുന്ന നമ്മുടെ കുട്ടികൾക്ക് പേടിസ്വപ്നമാവുകയാണ് സ്കൂളുകളിലെ മൂത്രപ്പുരകൾ. വൃത്തിയില്ലാത്ത മൂത്രപ്പുരകളും കുടിക്കാൻ ശുദ്ധമായ വെള്ളം കിട്ടാത്തതും കുട്ടികളിലുണ്ടാക്കുന്ന ഗുരുതരമായ ശാരീരിക മാനസിക പ്രശ്നങ്ങളാണ്. തിരുവനന്തപുരം ജില്ലയിലെ പല സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെയും ശുചിമുറികൾ ഇപ്പോഴും വൃത്തിഹീനം. പലപ്പോഴും ഇവിടെ വെള്ളം ഉണ്ടാവാറില്ല. ബാത്റൂമിൽ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ ബാത്റൂം ഞങ്ങൾ കയറുമ്പോഴേക്കും ബെല്ലടിക്കും. പിന്നെ ക്ലാസ്സിൽ പോയ ടീച്ചർമാർ ചീത്ത പറയും. അപ്പോൾ ഞങ്ങൾ പിന്നെ അത് അടക്കിപ്പിടിച്ച് ഞങ്ങൾ ക്ലാസ്സിൽ പോയിക്കാറുണ്ട്. കൗമാരപ്രായക്കാരായ പെൺകുട്ടികളാണ് ഏറ്റവും ദുരിതം അനുഭവിക്കുന്നത്. മെൻസസ് ആവുന്നതിൻ്റെതായിട്ട് അവിടെ പുറത്തൊക്കെ ഇടുന്നുണ്ട്. പോകാൻ തന്നെ അറപ്പ് തോന്നുന്ന ഒരു ഇത്. ആൺകുട്ടികളുടെ അവസ്ഥയും വ്യത്യസ്തമല്ല. പൊട്ടിപ്പൊളിഞ്ഞ മൂത്രപ്പുരയുടെ പരിസരത്തേക്ക് പോലും ആരും പോകാറില്ല. ഇതുമായിട്ട് ഞങ്ങൾ കുറച്ച് കൂട്ടുകാരെ കൂടിയിട്ട് മരത്തിന്റെ ചവിട്ടിലാണ് പോകാറ്. വൃത്തികേടായിട്ട് ഒരു സ്ഥലത്തെ പിണറായി വിജയൻ ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ എത്തുകയാണ്. പിണറായി വിജയനായ ഞാൻ കേരളത്തിൻ മക്കളെ, കേളി കേട്ട മക്കളെ, പാതയോരങ്ങളെ, ഭൂതകാലങ്ങളെ, പള്ളിയല്ല പണിയണം പള്ളിക്കൂടമായിരം, പള്ളിയല്ല പണിയണം പള്ളിക്കൂടമായിരം, പുത്തനമ്പലങ്ങളല്ല പണിയിടങ്ങൾ നീക്കനാം, പുത്തനമ്പലങ്ങളല്ല പണിയിടങ്ങൾ നീക്കനാം. പാതയോരങ്ങളെ, ഭൂതകാലങ്ങളെ, പാതയോരങ്ങളെ, ഭൂതകാലങ്ങളെ. പൊതുവിദ്യാഭ്യാസ മേഖലയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനമാകും. പ്രഖ്യാപനം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ഹൈടെക് സ്കൂൾ ലാബ് പദ്ധതികളുടെ പൂർത്തീകരണത്തോടെ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ IT പ്രോജക്ട് കൂടിയാണ്. ഇതാണ് ഈ സർക്കാരിന്റെ ലക്ഷ്യം. ഞങ്ങളെ ആക്രമിക്കുന്നവരുണ്ടാവും, വിമർശിക്കുന്നവരുണ്ടാവും. അവരാ വഴിക്ക് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. ഞങ്ങളെ ബാധിക്കുന്ന കാര്യം ഈ നാടിന്റെ പ്രശ്നങ്ങളാണ്. ഈ നാടിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ചുമതലയേറ്റവരാണ് ഞങ്ങൾ. ആത്മധൈര്യത്തോടെ ഞങ്ങൾക്ക് പറയാൻ കഴിയും, ആ ചുമതല ഞങ്ങൾ നിറവേറ്റുക തന്നെ ചെയ്യും.